കാസർഗോഡ് 3 മുന്നണികൾക്കും ആശ്വാസവിധിയായി ഗ്രാമപഞ്ചായത്തിലെ ജനഹിതം. പഞ്ചായത്തുകളിൽ കാര്യമായ മാറ്റം സംഭവിച്ചില്ലെങ്കിലും ചിലയിടങ്ങളിൽ അട്ടിമറിയുണ്ടായി. വ്യക്തമായ ഭൂരിപക്ഷം നേടാതെ 4 പഞ്ചായത്തുകൾ ഭരണ പ്രതിസന്ധിയിലായിരിക്കുകയാണ്. സംസ്ഥാനത്തുടനീളം UDF തരംഗം ആഞ്ഞടിച്ചപ്പോൾ കാസർഗോഡ് ജില്ലയിൽ 3 മുന്നണികൾക്കും കാര്യമായ നേട്ടമോ കോട്ടമോ സംഭവിച്ചില്ല. അജാനൂർ, ബേഡെടുക്ക, ചെറുവത്തൂർ, കയ്യൂർ ചീമേനി, കിനാറൂർ കരിന്തളം, കോടോംബേളൂർ, കുറ്റിക്കോൾ, മടിക്കൈ, പടന്ന, പള്ളിക്കര, പറത്തടി, പിലിക്കോട്, വെസ്റ്റേളേരി എന്നിവിടങ്ങളിൽ ഇടതുമുന്നണി വിജയം നേടി. മുസ്ലിം ലീഗിലെ വിഭാഗീയത ഏറെ ചർച്ച ചെയ്യപ്പെട്ട പടന്ന പഞ്ചായത്തിൽ UDFന് അപ്രതീക്ഷിത തിരിച്ചടി നൽകി LDF ഭരണം പിടിച്ചെടുത്തു. വെസ്റ്റേളേരി പഞ്ചായത്തിലും ഭരണം തിരിച്ചുപിടിക്കാനായത് ഇടതുമുന്നണിയെ സംബന്ധിച്ച് ആശ്വാസകരമാണ്. ഗ്രാമപഞ്ചായത്തുകളിൽ കഴിഞ്ഞ തവണത്തേക്കാൾ ഐതിഹാസിക വിജയം കരസ്ഥമാക്കിയാണ് UDFന്റെ മുന്നേറ്റം. ബെളാൽ, ചെങ്കള, ഈസ്റ്റളേരി, എൻമകജെ, കള്ളാർ, കുമ്പള, മംഗൽപ്പാടി, മഞ്ചേശ്വരം, മീഞ്ച, മൊഗ്രാൽപുത്തൂർ, മൂളിയാർ, പൈവളികെ, തൃക്കരിപ്പൂർ, ഉദുമ, വലിയപറമ്പ, വോർക്കാടി എന്നീ പഞ്ചായത്തുകളിൽ UDF അധികാരം നേടി. 20 വർഷത്തെ LDF ഭരണത്തെ അട്ടിമറിച്ച് വലിയപറമ്പ പഞ്ചായത്ത് തിരിച്ചുപിടിക്കാനായത് UDFന്റെ വിജയചരിത്രത്തിലെ പൊൻതൂവൽ കൂടിയാണ്. ഉദുമയിൽ ഭരണം തിരിച്ചുപിടിച്ചതും ദേലമ്പാടി പഞ്ചായത്ത് പിടിച്ചെടുത്തതും അഭിമാനാർഹമാണ്. BJPക്കേറെ സ്വാധീനമുള്ള ജില്ലയിൽ ആശ്വാസവിധിയാണ് ഗ്രാമപഞ്ചായത്തുകളിലുണ്ടായിരിക്കുന്നത്. മധൂർ, കാറടുക്ക, കുമ്പടാജെ എന്നീ പഞ്ചായത്തുകളിൽ ഭരണം നേടാൻ BJPക്ക് സാധിച്ചു. മധൂർ പഞ്ചായത്തിൽ വൻ ഭൂരിപക്ഷത്തിലാണ് BJP സ്ഥാനാർത്ഥികൾ വിജയിച്ചത്. തുടർച്ചയായ 10ാം തവണയാണ് മധൂർ പഞ്ചായത്തിൽ BJP അധികാരം നേടുന്നത്. അതേസമയം 4 പഞ്ചായത്തുകളിൽ ആർക്കും വ്യക്തമായ ഭൂരിപക്ഷമില്ല. ബദിയടുക്ക, ബേളൂർ, ദേലമ്പാടി, പുല്ലൂർ പെരിയ, പുത്തികൈ പഞ്ചായത്തുകളിലാണ് ഭരണ പ്രതിസന്ധിയിലായിരിക്കുന്നത്. കേരള വിഷൻ ന്യൂസ്, കാസർഗോഡ്.